ഇനി നമ്മളെ കയ്യിലുള്ളത് ഐഫോൺ 7 ആണ്. കംപ്ലൈന്റ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ലൗഡ് സ്പീക്കറിന്റെ ഓപ്ഷൻ ഇവിടെ കാണില്ല. ലൗഡ് സ്പീക്കറിന്റെ ഓപ്ഷന് മങ്ങി കിടക്കാണ്. അത് പ്രസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡിംഗ് ഓപ്ഷനിൽ നമുക്ക് റെക്കോർഡിങ്ങും കിട്ടുന്നില്ല. അതുപോലെ നമുക്ക് റെക്കോർഡിങ് ഓപ്പൺ ആവില്ല, ഹൈഡായി കിടക്കുകയാണ്. ഇത് ഓഡിയോസിന്റെ കംപ്ലൈന്റ് ആണ്, കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈന്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ റിപ്പയർ ചെയ്യാന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബോർഡൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബോർഡൊക്കെ റിമൂവ് ചെയ്ത് ബോർഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഓഡിയോ ഐസി വരുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ അറിയാം, എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് അറിയില്ല. ഓൾറെഡി ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാരോ ഒന്നല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് റിമൂവ് ആക്കിയിട്ടുണ്ട് ഐസി. ഇതിന്റെ പ്രിന്റും കാര്യങ്ങളും എങ്ങനെയാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അയച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം. നമുക്കത് റിമൂവ് ആക്കാം. ക്യുക്ക് 816D എന്നുള്ള ബ്ലോവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 350 ഹീറ്റും 50 എയറും. ഞാൻ അതിന്റെ തൊട്ടപ്പുറത്ത് നാൻഡാണ് വരുന്നത്. ഈ സൈഡിലായിട്ട് നാൻഡാണ് വരുന്നത്. അപ്പോൾ അതിന്റെ മുകളിൽ ഹീറ്റ് അട്ടായിരിക്കാൻ ഒരു 5 രൂപ കോയിൻ ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്ലക്സ് ഇട്ട് കൊടുക്കുക. ഓൾറെഡി അത് ഫ്ലക്സ് ഇട്ട് ഹീറ്റ് അടിച്ചതോ റിമൂവ് ആക്കിയതായതുകൊണ്ട് ഫ്ലക്സിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. വല്ലാതെ പ്രഷർ ചെയ്യരുത്, ഗ്ലാസ് ഐസിയാണ്, പൊട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. ഇത് അഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഐസി വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് മൊത്തം ക്ലീൻ ആക്കിയിട്ട് റീബോൾ ചെയ്തിട്ട് ഇതിൽ 1-2 പ്രിന്റ് ഇട്ട് കൊടുക്കാണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ഐസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് സ്റ്റാൻഡിൽ നിന്ന് ബോർഡ് ഒഴിവാക്കിയിട്ട് ക്ലീൻ ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ കുറച്ച് പ്രഷർ ആയി കഴിഞ്ഞാലും ബോർഡ് ബെൻഡ് ആവുന്നില്ല. പിന്നെ നമുക്ക് ഒന്നും കൂടി കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, തിരിക്കാനും മറിക്കാനൊക്കെ. ഐസി പോകുന്നപ്പോൾ അതിന് കൂടുതൽ കപ്പാസിറ്റർ പോന്നിട്ടുണ്ട്. നമുക്ക് റീഫിക്സ് ചെയ്യണം. ഇവിടുത്തെ ഒരു കപ്പാസിറ്റർ പോന്നിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റർ പോന്നിട്ടുണ്ട്. അത് നമുക്ക് റീഫിക്സ് ചെയ്യാം. തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്ലക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സുഗോണ് T26D എന്ന് പറഞ്ഞ അയണാണ് ഞാൻ യൂസ് ചെയ്യണത്. അതിൽ 380 ഞാൻ ഇട്ടിട്ടുള്ളത്. ഹീറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി കൊടുക്കുക. വിക്ക് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാം. അങ്ങനെ പേഡ് നമ്മൾ ബോർഡത്തിലുള്ള പേഡ് നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞു.
ഒന്ന് 2-3 പ്രിൻ്റൊക്കെ പോയിട്ടുണ്ട്. അത് നോ കണക്ഷനാണ് പോയിട്ടുള്ളത്. നോ കണക്ഷനാണ് പോയിട്ടുള്ളത്. നമ്മൾ ബോർണിയർ നോക്കുമ്പോൾ ഇവിടെയുള്ള 2 കണക്ഷന് അത് നോ കണക്ഷനാണ്. നോ കണക്ഷനും പോയിട്ടുണ്ട്, ഒരു കണക്ഷനും പോയിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി നമുക്കത് ഇട്ട് കൊടുക്കേണ്ട കണക്ഷനാണ്. അത് മെൽറ്റ് ആകുമ്പോഴാണ്, ആ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ്, അത് ഡ്രൈ ആയിട്ട് പോകുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഓഡിയോൻ്റെ പ്രശ്നം വരുന്നത്. ഇതിലുള്ള ഐസി തന്നെ നമുക്ക് അതിൽ റീബോൾ ചെയ്ത് ഇട്ടാൽ മതി. ബട്ട് ഇതിൽ കുറച്ച് 2-3 പ്രിൻ്റ് നമുക്ക് സെപ്പറേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാണുമ്പോൾ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊരു ചെറിയ മൈന്യൂട്ടായിട്ട് പ്രോബ്ലം വരുമ്പോഴാണ് അത് ഓഡിയോ സെക്ഷനിൽ കംപ്ലൈൻറ്റ് വരുന്നത്. നമുക്ക് ഐസി കൂടി ക്ലീൻ ആക്കിയിട്ട് റീബോൾ ആക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ പാഡ് പ്രിൻ്റ് ഇട്ട് കൊടുക്കാം. ഐസി ക്ലീൻ ആക്കുമ്പോൾ ശ്രദ്ധിച്ച് ക്ലീൻ ആക്കണം. ഇത് ഗ്ലാസ് ഐസിയാണ്, ഷോർട്ട് ആവാനും കൂടുതൽ ചാൻസ് ഉള്ള ഐസിയാണ്. ഐസി ഇങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലക്സ് ഇട്ട് കൊടുക്കുക. സ്റ്റാൻഡുള്ളൊരു സ്റ്റാൻഡും വെച്ചിട്ട് സൂക്ഷിച്ചും കണ്ടും ക്ലീൻ ആക്കുക. ജസ്റ്റ് സോൾഡറിങ് ആണ് വെച്ചെടുക്കുക. അപ്പോൾ വലിയ വലിയ ബോളൊക്കെ അതിൽ പിടിച്ചോളും. അതിനുശേഷം വിക്ക് വെച്ച് വലിക്കരുത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ബോർഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കൂടെ പോരില്ല. വെച്ചിങ്ങനെ എടുക്കുക. ബോർഡ് സ്റ്റാൻഡിലൊക്കെ വെച്ച് കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യുക. ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കത് റീബോൾ ചെയ്യണം. ഫുള്ളായി നമ്മൾ ക്ലീൻ ആക്കി എടുത്തു. ഇനി ഇത് നമുക്ക് റീബോൾ ചെയ്യണം. ഞാൻ ഓൾറെഡി PPD എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് റീബോൾ ചെയ്യാം. റീബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെൻസിൽ കറക്റ്റായി വെക്കുക. അതിനുശേഷം PPD നമ്മൾ ഡ്രൈ ആക്കി വെച്ച PPD അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ആവണം, അല്ലെങ്കിൽ ബോളിൻ്റെ സൈസിൽ മാറ്റം വരും. അതിനുശേഷം നമ്മൾ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെയ്പ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ പ്രസ് ചെയ്യാതെ ടൂസറും കൊണ്ടൊന്ന് ജസ്റ്റ് അനങ്ങാതിരിക്കാനൊന്ന് പിടിച്ചു കൊടുക്കുക. 350 എയറിലും 350 ഹീറ്റിലും 50 എയറിലും തന്നെയാണ് ഞാനിതും റീബോൾ ചെയ്തെടുക്കുന്നത്.
ഹീറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫോഴ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ ബോൾ പൊന്തി അപ്പുറത്ത് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കോമൺ സെൻസിലായതുകൊണ്ടാണ് അടുത്ത് കൂടി ബോൾ കാണുന്നത്. ഐസ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് റീബോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ കുറച്ച് ഫ്ലക്സ് അപ്ലൈ ചെയ്യാം. അത് ബോള് ചിലത് ഒരു ചെറിയൊരു ബോൾ കാണുമ്പോൾ ഒരു ഫിനിഷിങ് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലക്സ് ഇട്ടിട്ട് ഒന്ന് ഹീറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ റൗണ്ടിൽ കാണാൻ തന്നെ ഒരു ഫിനിഷിങ് ഉണ്ടാവും. കറക്റ്റ് ആ റൗണ്ട് ഫിനിഷിങ് ഉണ്ടാവും, എല്ലാ ബോളും ഒരേമാതിരി. ഇതൊന്നിനി മാറ്റി വെച്ചിട്ട് നമുക്ക് ബോർഡത്തെ പ്രിൻ്റ് ഇട്ട് കൊടുക്കാം. ബോർഡിൽ ഓൾറെഡി ഒരു പ്രിൻ്റ് പോയിട്ടുണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ 2-3 പ്രിൻ്റ് ഈ കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ ഈ പ്രിൻ്റ് ഓൾറെഡി മിസ്സാണ്. ഇത് നമുക്ക് അതിൻ്റെ കണക്ഷൻ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതിന്ന് ഇതിക്ക് കണക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ പ്രിൻ്റ് ഇട്ട് കൊടുക്കണം, ഈ പ്രിൻ്റ് ഇട്ട് കൊടുക്കണം, ഈ കണക്ഷനെ ഈ പ്രിൻ്റ് ഇട്ട് കൊടുക്കണം. ഇതല്ല, ഇത് കറക്റ്റ് ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഇട്ട് കൊടുക്കണം, ഇത് ഇട്ട് കൊടുക്കണം. അങ്ങനെ 4 പ്രിൻ്റോളം നമുക്ക് ഇട്ട് കൊടുക്കാണ്ട്. ഇതൊന്നും ഇപ്പോൾ പോയിട്ടില്ല, എന്നാൽ നമ്മൾ അത് ഇട്ട് കൊടുക്കണം, പിന്നീട് ഒരു കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബോർണിയോയിൽ നോക്കുമ്പോൾ ഈ പ്രിൻ്റാണ് നമ്മളിന്ന് പോയിട്ടുള്ളത്. ഓൾറെഡി ഒരു പ്രിൻ്റ് പോയിട്ടുണ്ടല്ലോ, അത് ഈ പ്രിൻ്റാണ് നമ്മളിന്ന് പോയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ പ്രിൻ്റ് ഇട്ട് കൊടുക്കണം, ഈ പ്രിൻ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലൊരു പ്രിൻ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. മൊത്തം 4 പ്രിൻ്റ് നമുക്ക് ഇടാണ്ട്. പ്രിൻ്റ് ഇട്ട് കൊടുക്കാൻ നമ്മൾ ഷാർപ്പ് 11 ബ്ലേഡ് എടുക്കുക. എന്നിട്ട് ഇതിൽ തന്നെ കാണുന്നുണ്ടാവും ഈ ലൈന് ആണ് പോയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. സ്ക്രാച്ച് ചെയ്യുമ്പോഴൊക്കെ നോക്കണം, അവിടെ ഇവിടെ ഷോർട്ട് ആവാൻ നോക്കുക. ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. കൊടിയിൽ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ തോണ്ടി കൊടുക്കുക. എന്താ വെച്ചാൽ റൗണ്ട് ഇട്ടിട്ട് നമുക്ക് ജമ്പർ ഇരുത്താനുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള കണക്ഷൻസും നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. രണ്ടാമത് വരുന്നത് ഇതാണ്. അത് നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ മൂന്നാമത് വരുന്നത് ഇതാണ്. അതും സ്ക്രാച്ച് ചെയ്യുക. പലർക്കും പല മെത്തേഡായിരിക്കും. ഞാൻ എൻ്റേതായ മെത്തേഡിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. വേണ്ടവർക്ക് ഏതാ ബെസ്റ്റ് തോന്നുന്നത് ചെയ്യുക. ഇതും സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ബിറ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. ഈ ബിറ്റ് കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എൻ്റെ ബിറ്റിന് ചെറിയൊരു ചളുക്കുണ്ട്. ഞാൻ മാറ്റിയിട്ട് സ്ട്രൈറ്റ് ബിറ്റ് ഇടുന്നുണ്ട്. ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് ബിറ്റ്. ഞാൻ യൂസ് ചെയ്യുന്നത് സൺഷൈൻ്റെ 0.007 mm. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഏതാണ് ജമ്പർ യൂസ് ചെയ്യാന്ന്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. നിങ്ങൾക്ക് കംഫർട്ടുള്ള ഇത് യൂസ് ചെയ്യാം.
കുറച്ച് ഫ്ലെക്സ് എടുക്കുക, ഓവറാവരുത്, കുറച്ചെടുക്കുക. കുറച്ച് ഫ്ലെക്സ് നമ്മൾ ബ്ലേഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക, ജസ്റ്റ് ആക്കുക. കുറച്ച് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള PPL എടുക്കുക. ഇത് നമുക്ക് റൗണ്ട് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അധികം കട്ട് ചെയ്യുക. ഇത് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മാത്രം കുറച്ച് അധികം കട്ട് ചെയ്യാം. അതേപോലെ സെയിം പ്രോസസ്സ് തന്നെ അടുത്തതിലും കുറച്ച് PPL മറ്റേ ഫ്ലെക്സ് ആക്കി കൊടുക്കുക, കുറച്ച് PPL എടുക്കുക. ഇത് നമ്മൾ ജസ്റ്റ് പ്രിന്റിൽ തട്ടിച്ചു കൊടുത്താൽ മതി. അത് ചുരുട്ടൊന്നും വേണ്ട, ഓൾറെഡി നമുക്ക് അവിടെ പ്രിന്റ് ഉണ്ടല്ലോ. മൂന്നാമത്തത് നമ്മൾ അതേപോലെ 3, 4 ഒപ്പം ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് PPL, അധികം ആവരുത്, കുറച്ച് PPL എടുക്കുക. ഇതും ഓൾറെഡി അവിടെ പ്രിന്റ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ലൈന് തട്ടിച്ചു കൊടുത്താൽ മതി. അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമ്മളെ ലാസ്റ്റ് പ്രിൻ്റാണ്. എത്രത്തോളം ക്ലിയർ ആവുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് സംശയമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായി മെസ്സേജ് അയച്ചോളി. ഇത് നമ്മളിങ്ങനെ നമ്മൾ തട്ടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുക. നമുക്കൊരു ജമ്പർ നമുക്ക് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിനി അത് റൗണ്ട് ചെയ്യാം. ചെറിയ ജമ്പറാണ്, നമ്മൾ നോക്കി വേണം റൗണ്ട് ചെയ്യാൻ. അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. കുഴപ്പമൊന്നുമില്ല, പൊട്ടിയ പുതിയ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മൾ ചുരുട്ടിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ യു വി ഇടുമ്പോൾ ഫ്ലക്സ് ഉണ്ടെങ്കിൽ യു പിടിക്കൂല, കുറവാണ്. യു പിടിക്കാൻ ചാൻസ് കുറവാണ് ഫ്ലക്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഫ്ലക്സ് നമ്മൾ അവിടെ നിന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. പറ്റണ പോലെ ഫ്ലക്സ് ക്ലീൻ ആക്കി കൊടുക്കുക. അതിന് ശേഷം യു വി ഇട്ട് കൊടുക്കുക. ഞാൻ ബെഡ്സ് വെച്ചിട്ടാണ് യു വി മറ്റേ ഫ്ലക്സ് ക്ലീൻ ആക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെയ്പ്പ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ഫ്ലക്സ് പോകും. നമ്മൾ അതിന് മാത്രം ഫ്ലക്സ് ഇട്ടിട്ടൊന്നുമില്ല. നമുക്ക് വ്യക്തമായി കാണുന്നുണ്ടാവും.
ഇതാ ഈ ഒരു 4 പ്രിന്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് യു വി മാസ്ക് വെച്ചിട്ട് ഒന്ന് മാസ്ക് ചെയ്യാം. യു വി ഇടുമ്പോൾ കട്ടിക്ക് ഇടരുത്, ജസ്റ്റ് നമ്മൾ ബ്ലേഡും ആക്കിയിട്ട് ഒന്ന് ഒന്ന് ഒരിത്തിരി മാസ്ക് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മാസ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ റൗണ്ടും മാസ്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ചുരണ്ടി കൊടുക്കേണ്ടി വരും ആ റൗണ്ട്. നമുക്ക് അവിടെ മറ്റേ ഐസിന്റെ ലെഗ് തട്ടണല്ലോ, അപ്പോൾ ആദ്യം അത് നമുക്ക് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യു വി ഇട്ട് കൊടുത്തിട്ടുള്ളത്. യു വി ഇട്ടിട്ട് നമ്മളൊന്ന് 3 സെക്കൻഡ് ഒന്ന് മെൽറ്റ് ആക്കുക. അങ്ങനെ യു വി മെൽറ്റ് ആക്കിയിട്ടുണ്ട്. യു വി മെൽറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ആ യു വി ഇട്ട ആ റൗണ്ടിൻ്റെ അവിടെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ മാത്രം സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ മാത്രം നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ഗോൾഡ് കളറ്, അതായത് സിൽവർ കളറൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും. ഇനി നമുക്ക് ഇത് അവിടെയൊക്കെ ഒരു ഷോട്ട് ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് യു വി ഇട്ട് കൊടുക്കുക. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് യു വി ഇട്ട് കൊടുക്കുക. അതായത് അവിടെ അപ്പുറത്തെ ബോളിലൊക്കെ ഒന്നും ആവരുത് അവിടെ, അപ്പോൾ നമുക്ക് ഐസിൻ്റെ പ്രിന്റ് പിടിക്കില്ല. ഇതുപോലെ ചെറുങ്ങനെ മാസ്ക് ചെയ്ത് കൊടുത്താൽ മതി, കൂടുതലാവും വേണ്ട. യു വി കൂടുതലായി കഴിഞ്ഞാൽ മെൽട്ടായാലും പൊട്ടിപ്പോവും. ഇതുപോലെ ഒന്ന് മാസ്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഐസിൻ്റെ പേടുമേ മറ്റേ ബോർഡിൻ്റെ പേടിലോ ഈ ബ്ലാക്ക് ഡോട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അവിടെ പ്രിന്റ് പിടിക്കത്തുള്ളൂ, ഐസിൻ്റെ നമ്മളിട്ട PPD പിടിക്കത്തുള്ളൂ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതായി കൊടുക്കുക. അതുപോലെ ബ്ലാക്ക് ഷെയ്ഡ് ഉള്ളത് ഇതിൽ കുറവാണ്, അത് ഞാൻ ഓൾറെഡി ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക, ഐസി പിടിക്കാനാണ്. നമുക്ക് ഐസി റീഫിക്സ് ചെയ്യാം. അറിയുന്നവരൊക്കെ കുറേ ഉണ്ടാവും കേട്ടോ, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. നമ്മൾ ഷോപ്പിൽ സെയിൽസ് ഉള്ള ഷോപ്പാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കസ്റ്റമർ വരും. അപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഇതാണ് ഐസ് റീബോൾ ചെയ്ത് വെച്ചത്. നമുക്കിത് റീഫിക്സ് ചെയ്യണം. റീഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡോട്ട് നോക്കണം. നമ്മൾ ഇങ്ങനെയാണ് ഐസ് ഉണ്ടായിരുന്നത്.
ഐസിൻ്റെ ഡോട്ട് എന്തായാലും നമ്മൾ നോക്കണം. അതിന് മുമ്പ് നമ്മളൊരു കപ്പാസിറ്റർ ഇവിടുന്ന് പോയിരുന്നു. ഇതാ ഇവിടുന്ന് ഒരു കപ്പാസിറ്റർ മിസ്സായിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ കപ്പാസിറ്റർ ഒന്ന് റീഫിക്സ് ചെയ്യാം. അതിന് ശേഷം ഐ സി വെക്കാം. കുറച്ച് ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് PPD ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ വെയിപ്പ് ചെയ്ത എന്താ ഐസ് റിമൂവ് ആക്കിയപ്പോൾ പോയതാണ്. അപ്പോൾ നമ്മളത് അവിടെ തന്നെ വെച്ച് കൊടുക്കുക. ബ്ലോവറും കൊണ്ട് വെച്ചാൽ മതി നമുക്ക്. ഇത് പിന്നെ കൂടുതൽ വെറുതെ ഹീറ്റ് അടിക്കണ്ടല്ലോ. ഒരു സൈഡ് മാത്രമേ പിടിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ഐസി വെക്കുമ്പോൾ നമ്മൾ ഹീറ്റ് ആക്കുമ്പോൾ അത് അവിടെ ഇരുന്നോളും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഐസി ഫിറ്റ് ചെയ്യാം. ഐസ് റീഫിക്സ് ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഐസിൻ്റെ പോയിന്റ് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഐസിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ആക്കുക. ഐസിൻ്റെ ഡോട്ട് ഇങ്ങനെയാണ് ഐസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഈ സൈഡിലേക്കാണ് ഡോട്ട് വരിക ഐസിൻ്റെ. നമ്മൾ ആദ്യം 350 ഹീറ്റും 15 എയറും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഫ്ലക്സ് ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി, കൂടുതലാവരുത്. അപ്പോൾ ഐസി നീങ്ങാനുള്ള ചാൻസ് കൂടും. അതിനുശേഷം ഐസി കറക്റ്റ് പൊസിഷനിൽ വെക്കുക. ഏകദേശം കറക്റ്റാക്കി വെക്കുക. പിന്നെ ഹീറ്റ് അടിക്കുമ്പോൾ ബോൾ ഇരുന്നോളും. ഏകദേശം കറക്റ്റാക്കി വെക്കുക. ഓവർ ഫ്ലെക്സ് ആയതാണെന്ന് പറയുന്നതാണ്. ഐസ് ഇരുന്നു എന്ന് അറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക. ചെറുങ്ങനെ ഒന്ന് അനങ്ങി കൊടുക്കുക. നമ്മൾ ഐസ് റീഫിക്സ് ചെയ്തു. അതേപോലെ ഐസ് റീഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ബോർഡൊന്ന് കൂളായതിനു ശേഷം അപ്പോൾ നമ്മളെ പാക്കിങ് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നേരത്തെ കോൾ ചെയ്യുമ്പോൾ അവിടെ ഹൈഡ് ആയിരുന്നു സ്പീക്കർ. ഇതാ ഇപ്പോൾ വോയിസ് കറക്റ്റ് ആയിട്ടുണ്ടാവും. ആദ്യം ഇത് ഹൈഡ് ആയിരുന്നു, ലൗഡ് സ്പീക്കർ വർക്ക് ആയിരുന്നില്ല. ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. നമുക്ക് റെക്കോർഡിംഗ് നോക്കി നോക്കാം. റെക്കോർഡിംഗ് ഇത് ഹൈഡ് ആയിരുന്നു, വർക്ക് ആയിരുന്നില്ല. എന്താ റെക്കോർഡിംഗ് ഓക്കെ ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മളെ ഓഡിയൻസിൻ്റെ റിപ്പയറിങ്. ഇത്രേ ഉള്ളൂ എന്നല്ല, അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഓഡിയൻസിൻ്റെ റിപ്പയറിങ്. ഇതുപോലെ റിപ്പയറിങ് വീഡിയോ, ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ വരും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.